തൃശൂർ ഇരിങ്ങാലക്കുട കാരുകുളങ്ങര നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ മുൻ മേൽശാന്തിയെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ച ബീന കൃഷ്ണകുമാറിനെ NSSൽ നിന്നും പുറത്താക്കി. കഴിഞ്ഞ ദിവസം ചേർന്ന NSS യോഗത്തിലാണ് തീരുമാനം. അതേസമയം മുൻ ഭരണസമിതി സെക്രട്ടറി ജലജ എസ് മേനോനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു. മർദ്ദനം നടന്ന ശേഷം 6 തവണ പരാതിപ്പെട്ടിട്ടും കേസെടുക്കാതിരുന്ന പോലീസ് FIR രജിസ്റ്റർ ചെയ്തത് ന്യൂസ് മലയാളം വാർത്തയ്ക്ക് പിന്നാലെയാണ്. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ നമുക്കൊപ്പം ചേരുകയാണ്. ലെവിൻ, ഒടുവിൽ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഒരു വിഷയത്തിൽ. മറ്റൊരു വിഷയത്തിൽ NSSന്റെ നടപടിയും വന്നിരിക്കുകയാണ്. മാത്രമല്ല, അധിക്ഷേപകരമായ ഒരു പരാമർശമാണ് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന്, ബീനയുടെ ഭാഗത്ത് നിന്ന് ഈ മേൽശാന്തിക്കെതിരെ ഉണ്ടായിരുന്നത്, മുൻ മേൽശാന്തിക്കെതിരെ. തീർച്ചയായും പിന്നിൽ വലിയ സാമൂഹ്യ വിമർശനങ്ങൾക്ക് ഇടയാക്കിയ സംഭവമാണ്. ഒട്ടേറെ വിമർശനങ്ങൾ ഉയർന്നെങ്കിലും ഒരു മെല്ലപ്പോക്ക് നയമായിരുന്നു പോലീസും NSSും ഒക്കെ ഈ കാര്യത്തിൽ തീരുമാനിച്ചിരുന്നത്, കൈക്കൊണ്ടിരുന്നത്. പക്ഷേ അവസാനം അവർക്ക് ഈ സംഭവത്തിൽ നടപടിയെടുക്കേണ്ടി വന്നിട്ടുണ്ട്, പോലീസിനാണെങ്കിലും NSSനാണെങ്കിലും. ആദ്യം നമ്മൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനും NSSന്റെ ഭാഗം കേൾക്കുന്നതിനുമൊക്കെ അവരെ വിളിക്കുകയും ഭാരവാഹികളോട് അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്തപ്പോൾ പറഞ്ഞത് ബീന NSSന്റെ അംഗമല്ല, അവർ നടത്തിയ വ്യക്തിപരമായ അധിക്ഷേപത്തോട് യോജിക്കാനാവില്ലെങ്കിലും അവരുടെ വ്യക്തിപരമായ വാക്കുകളോട് ഇടപെടാനാവില്ല എന്നുള്ള തരത്തിലുള്ളൊരു മറുപടിയായിരുന്നു പലരിൽ നിന്നുമായി നമുക്ക് ലഭിച്ചത്. പക്ഷേ ഇപ്പോൾ ഗത്യന്തരമില്ലാതെ NSSന് നടപടി സ്വീകരിക്കേണ്ടി വന്നു. കഴിഞ്ഞ ദിവസം 20-ാം തീയതി NSSന്റെ താലൂക്ക് യൂണിയൻ നേതാക്കളടക്കം ചേർന്ന യോഗത്തിൽ ആണ് ബീന കൃഷ്ണകുമാറിനെ, അതായത് മുൻ മേൽശാന്തിയെയും പുലയ സമുദായത്തെയും ഒക്കെ അധിക്ഷേപിച്ച ബീന കൃഷ്ണകുമാറിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചത്. ഇതിൻ്റെ ഭാഗമായി ബീന അവിടെ എത്തി ഭാരവാഹികളടക്കമുള്ള ആളുകളോട് കയർത്തു സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും NSS അവരെ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയും NSS അംഗങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും റിമൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെ തന്നെ പോലീസും വിഷയത്തിൽ കേസെടുത്തു. ബീനയെ കൂടാതെ സുമ ഗോപിദാസ് എന്ന മറ്റൊരു വനിതയ്ക്കെതിരെയും NSS അംഗത്തിനെതിരെയും പോലീസ് മുൻ സെക്രട്ടറിയുടെ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. അതായത് ജലജ എസ് മേനോൻ, ക്ഷേത്രത്തിൻ്റെ മുൻ സെക്രട്ടറിയും കരയോഗത്തിൻ്റെ മുൻ സെക്രട്ടറിയുമായ വനിതയെ കയ്യേറ്റം ചെയ്തു എന്നുകാട്ടി അവർ നൽകിയ പരാതിയിൽ കഴിഞ്ഞ ഒട്ടേറെ ദിവസങ്ങളായി കേസെടുക്കാതിരുന്ന പോലീസ് ന്യൂസ് മലയാളം ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തുവിട്ടതോടുകൂടിയാണ് നടപടിക്ക് തയ്യാറായിട്ടുള്ളത്. ജലജയുടെ മൊഴിയെടുക്കുകയും പിന്നീട് 47 ദിവസങ്ങൾക്ക് ശേഷമാണ് ആ മൊഴിയെടുത്തതെന്നാണ് ജലജ നമ്മളോട് പറഞ്ഞത്. അതായത് നമ്മൾ വാർത്ത സംപ്രേഷണം ചെയ്തതിന് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് വിളിച്ചു വരുത്തി മൊഴിയെടുത്തത്. ആ മൊഴിയെടുത്തതിന് ശേഷം FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സുമ ഗോപിദാസും അതോടൊപ്പം തന്നെ ബീന കൃഷ്ണകുമാറുമാണ് ജലജയെ കയ്യേറ്റം ചെയ്ത കേസിലെ പ്രതികൾ. കയ്യേറ്റം ചെയ്തു, വധഭീഷണി മുഴക്കി, വഴിയിൽ തടഞ്ഞു, മാർഗതടസ്സം ഉണ്ടാക്കി തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ്, BNS ആക്ടുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. ഏതായാലും ബീനയുമായി ജലജയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. വൈകിയാണെങ്കിലും പോലീസ് കേസെടുക്കാനായ എടുത്ത നടപടിയിൽ സന്തോഷമുണ്ടെന്നും, പക്ഷേ ഇത്രയേറെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നടപടികൾ സ്വീകരിക്കാതിരുന്ന പോലീസ് ഇനിയുള്ള കാര്യങ്ങളിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഒക്കെയാണ് അവർ പ്രതികരിച്ചത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നടപടി NSSന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ബിനിൽ, ശരി, എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നും NSSന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുകയാണ്. തൃശൂർ ഇരിങ്ങാലക്കുട കാരുകുളങ്ങര നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ മുൻ മേൽശാന്തിയെ ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ച ബീന കൃഷ്ണകുമാറിനെ NSSൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. അതേസമയം മുൻ ഭരണസമിതി സെക്രട്ടറി ജലജ എസ് മേനോനെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു.